രണ്ടാം വിവാഹങ്ങളും അതുപോലെ താരങ്ങളുടെ എല്ലാ വാർത്തയും സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലാകാറുണ്ട്. ഇപ്പോഴിതാ ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങി വീണയുടെ ആദ്യ ഭർത്താവായ RJ അമ്മാന്റെ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. തൻ്റെ ഒരുമിച്ചുള്ള ജീവിതത്തെക്കുറിച്ചാണ് RJ അമ്മാൻ വിവരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. കഷ്ടകാലത്തിൽ നിന്നും എന്നെ രക്ഷിച്ചവളാണ് ഇവർ. രണ്ടാം ഭാര്യയെക്കുറിച്ചുള്ള സ്നേഹത്തെക്കുറിച്ച് അമൻ വാതോരാതെ എഴുതുകയാണ്. എന്ത് വിഷയമുണ്ടെങ്കിലും അത് ഭംഗിയായി എഴുതി തീർക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് RJ അമൻ ഭൈമി. അദ്ദേഹത്തിന് വീണയോടുള്ള ഇഷ്ടമായാലും അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് മനോഹരമായി എഴുതിയിട്ടുണ്ടായിരുന്നു. അമ്പാടിയോടുള്ള ഇഷ്ടവും അതുപോലെ എപ്പോഴും എഴുതാറുണ്ട്. ഇപ്പോഴിതാ രണ്ടാം ഭാര്യയെക്കുറിച്ചുള്ള വിശേഷങ്ങളും സന്തോഷങ്ങളും എല്ലാം എഴുതി ചേർക്കുകയാണ്. വീണയ്ക്കൊപ്പമുള്ള ദാമ്പത്യം ദുരിതമായിരുന്നു എന്നാണ് അപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നത്. ഇനി എന്തായാലും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ വിധിയുണ്ട്. ഇതായിരുന്നു ഈ കേസിലെ വിധി. മറ്റൊന്നും ഇതിനെക്കുറിച്ച് പറയാനോ ഒന്നും തന്നെ പറ്റില്ല. അത്രമാത്രം വേദനയാണ് ഇത് നൽകുന്നത്. വീണയ്ക്കൊപ്പമുള്ള ദാമ്പത്യം അവന് സമ്മാനിച്ചത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായിട്ടാണ് എന്ന് പറയുന്നു. വീണയ്ക്കൊപ്പമുള്ള ദാമ്പത്യം ദുരിതമായിരുന്നുവെന്നും പറയുന്നു. രണ്ടാം ഭാര്യയുടെ സ്നേഹത്തെ വാഴ്ത്തിക്കുറിച്ചാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. കഷ്ടകാലത്തിൽ നിന്നും തന്നെ കൈപിടിച്ചു കൊണ്ടുവന്നവളാണ്. അതുപോലെ തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഏറ്റവും മോശം ഭൂതകാലത്തിൽ നിന്ന് തന്നെ മോചിപ്പിച്ചവളാണ് ഇപ്പോഴത്തെ ഭാര്യ റീബ എന്ന് അമൻ കുറിച്ച വാക്കുകളിൽ വ്യക്തമാണ്. എൻ്റെ പ്രണയത്തിന് ജന്മദിനാശംസകളെന്നും ഞാൻ ഏറ്റവും ആരാധിക്കുന്ന സ്ത്രീയെന്നും നീ എനിക്ക് ശരിയായ പാത കാണിച്ചു തന്നു എന്നും പറയുന്നു. എൻ്റെ ഏറ്റവും മോശം ഭൂതകാലത്തിൽ നിന്ന് എന്നെ മോചിപ്പിച്ചവളാണ് നീ. ജീവിതത്തെ പുതിയൊരു കാഴ്ചപ്പാടോടെ കാണാൻ എന്നെ സഹായിച്ചുവെന്നും എന്നും എപ്പോഴും നീ എനിക്ക് നൽകിയ ഓരോ സ്നേഹത്തിനും ഞാൻ നന്ദിയുള്ളവനാണ് എന്നും പറയുന്നു. എൻ്റെ സുന്ദരിയായ ഭാര്യയോട് എല്ലാത്തിനും നന്ദി എന്നതായിരുന്നു അമൻ കുറിച്ച മറ്റൊരു വാക്ക്. ഒപ്പം ചെറിയ രീതിയിൽ നടത്തിയ പിറന്നാൾ ആഘോഷത്തിന്റെ ഫോട്ടോകളും അമൻ പങ്കിട്ടിട്ടുണ്ട്. അമന്റെയും റീബയുടെയും ഫോളോവേഴ്സിനെയും സുഹൃത്തുക്കളും എല്ലാം പിറന്നാൾ ആശംസകൾ നൽകി എത്തിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ചെറിയ വിശേഷം പങ്കുവച്ചാൽ തന്നെ ഇവരുടെ ആരാധകരെല്ലാം ഓടി അരികിലേക്ക് എത്തും. ആരാധകരെക്കാൾ ഉപരി ഇവർക്കുള്ളത് സന്തോഷം സ്വീകരിക്കുന്നവരാണ്, സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്, അടുത്ത സുഹൃത്തുക്കളാണ്, ബന്ധുക്കളാണ്, ഏറ്റവും അടുത്ത കൂട്ടുകാരാണ്, ഉറ്റവർ, തോഴവർ, അങ്ങനെയൊക്കെ തന്നെയും ഇവർ വിശേഷിക്കാറുണ്ട്. അല്ലാതെ ആരാധകരല്ല ഞങ്ങൾക്കുള്ളത്. ആരാധിക്കാൻ വേണ്ടി ഞങ്ങളത്ര സെലിബ്രിറ്റികളല്ല. പക്ഷെ ഞങ്ങൾക്കുള്ളവരെല്ലാം തന്നെ അങ്ങനെ ഹൃദയം തൊട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണ്. ആ ഒരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്തുള്ളത് എന്ന് കൃത്യമായി തന്നെ അമാൻ പറയാറുണ്ട്. അമാനും വീണയുമായിട്ടുള്ള വിവാഹബന്ധം വളരെയേറെ നാളുകൾക്ക് ശേഷമായിരുന്നു വിവാഹമോചനത്തിലേക്ക് നീങ്ങിയത്. വീണ ശരിക്കും ബിഗ് ബോസിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം കുറേയധികം നാൾ സോഷ്യൽ മീഡിയയിലൊന്നും കാണാനില്ലായിരുന്നു. അപ്പോഴേ പിന്നീട് ഇവരുടെ വേർപിരിയലിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് സത്യമായി മാറുകയായിരുന്നു. കണ്ണേട്ടൻ എന്ന് എപ്പോഴും എടുത്തു പറയാറുള്ള RJ അമൻ്റെ സ്നേഹത്തെക്കുറിച്ച് ബിഗ് ബോസിൽ തന്നെ വീണ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഒരിക്കലും അതിനപ്പുറം കൈകടത്താനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ ഇരിക്കാൻ സാധിക്കില്ല. അത്രമാത്രം സ്നേഹബന്ധമായിരുന്നു. പിന്നീട് എവിടെയൊക്കെയോ തകർന്നു പോയ ബന്ധം. അതിനെപ്പറ്റി അതിന് വിശദീകരിച്ചിട്ട് കാര്യമില്ലെങ്കിലും രണ്ടുപേരും രണ്ട് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുന്നതിൽ ആശംസകൾ മാത്രമേ നമുക്ക് അറിയിക്കാനാകൂ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.